എൻ്റെ കയ്യിരിക്കുന്ന ഒരു 19,000 രൂപയുടെ സാധനമാണ്. ഈ ഒരു 5,000 രൂപ ഹെൽമെറ്റിൽ 44,000 രൂപയുടെ ക്യാമറ, 6,000 രൂപയുടെ ഇൻ്റർകോം, മൈക്ക്, മൗണ്ട്, അങ്ങനെ തൊട്ടയം പിടിച്ച് ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇജിയാസിൻ്റെ Q8 എന്ന ഇൻ്റർകോമിയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് തന്നെ ഈ ഒരു ഇൻ്റർകോം ഇതിൽ എന്തുകൊണ്ട് ഹെൽമെറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോർമൽ രീതിക്ക് വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഇടയ്ക്കിടെ കാളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ എപ്പോഴും ഫോൺ എടുത്ത് സംസാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓൺ ദ ഗോയിൽ തന്നെ ഒരു ടച്ചിൽ കോൾ എടുക്കാൻ പറ്റും. വേറൊരു കാര്യം, നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അതേപോലെ ചിലവരൊക്കെ ഹെൽമെറ്റിൻ്റെ അകത്ത് നമ്മുടെ ഇയർബഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് പാട്ട് കേൾക്കുന്നുണ്ട്. അത് ഇൻ കേസ് ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ ചെവിക്കകത്ത് പൊട്ടി കയറിയിട്ട് ഏകദേശം നമ്മളെ ചെവിയുടെ കാര്യം തീരുമാനമാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. പിന്നെ ഒരു ഇജിയാസ് Q8 എന്നുള്ള മോഡൽ എൻ്റെ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമായി. ഇത് എനിക്ക് ഇപ്പോഴും ഇതിൽ 90% ചാർജ് ഉണ്ട്. ഞാൻ നല്ലേക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതലാണ്. ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി സൂപ്പർ ഓഡിയോ ക്വാളിറ്റിയാണ്. നിങ്ങൾക്കൊരു ഹെഡ്ഫോണൊക്കെ വെക്കുമ്പോൾ എന്തുമാത്രം ഒരു ക്വാളിറ്റി കിട്ടും, ആ ഒരു സെയിം ക്വാളിറ്റി ഇതിന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും. ബാക്കിൽ പറഞ്ഞായിരുന്നു 5 മില്ലി സെക്കൻഡിനകത്തൊക്കെ കണക്ട് ആവുമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫോൺ എടുത്ത് ബ്ലൂടൂത്ത് എപ്പോൾ ഓൺ ആക്കുന്നു സ്പോട്ടിൽ തന്നെ ഇത് കണക്ട് ആവും. ഫാസ്റ്റ് കണക്ഷനാണ്. പിന്നെ നെറ്റ് വരുന്നത് ഒരു 6,000 രൂപ അടുപ്പിച്ചാവും. 6,000 രൂപയ്ക്ക് ഇത് ഓർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റി വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഇത് പക്കാ ഓർത്താണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് അപ്ഡേറ്റ് ചെയ്യണം, എന്നിട്ട് ഇത് വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലായിരിക്കും ഇട്ടേക്കുന്നത്. സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ലിങ്ക് എൻ്റെ അക്കൗണ്ട് ബയോയിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കിയാൽ